വയനാട് പുനരധിവാസത്തിന് ഇന്നലെ കേന്ദ്ര സർക്കാർ 529 കോടി രൂപ വായ്പയായി അനുവദിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു മാസത്തിനുള്ളിൽ ചെലവഴിക്കണമെന്ന കേന്ദ്ര നിബന്ധന വലിയ പ്രശ്നമാവുകയാണ്. ഈ നിബന്ധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കേരളത്തെ വെല്ലുവിളിക്കുന്നതും പരിഹസിക്കുന്നതുമാണ് കേന്ദ്ര സമീപനം എന്ന വിമർശനമാണ് ഭരണ പ്രതിപക്ഷങ്ങൾക്കുള്ളത്. ഗ്രാന്റ് ചോദിച്ച് കേരളത്തിന് വായ്പ മാത്രം നൽകിയതിലും പ്രതിഷേധമുണ്ട്. അതേസമയം ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, 45 ദിവസം തികച്ചില്ലാത്തപ്പോഴാണ് 529 കോടി രൂപ നൽകിയിട്ട് ആ പണം ചെലവഴിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പൈസ തിരിച്ചു തരാം എന്ന് പറയുന്നത്. ഇത് പ്രായോഗികമല്ല. ഇതിനെങ്ങനെ മറികടക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്? തികച്ചും അപ്രായോഗികമായ ഒരു നിർദ്ദേശവും നിബന്ധനയുമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റേത്. മൂലധന നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് ഈ വായ്പ അനുവദിച്ചത്. സർക്കാർ ആവശ്യപ്പെട്ടത് വായ്പ ചോദിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായമാണ് പ്രധാനമായും കേരളം ചോദിച്ചത്. ആ സാമ്പത്തിക സഹായം അനുവദിച്ചതെന്ന് മാത്രമല്ല, വായ്പയെ അനുവദിക്കുകയും അത് ഈ സാമ്പത്തിക വർഷം തന്നെ, അതായത് ഈ മാർച്ച് 30 അവസാനിക്കുന്ന സാമ്പത്തിക വർഷം തന്നെ ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്നുമാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. ഇത് തീർത്തും അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം കേന്ദ്ര നിലപാടിനെതിരെ രംഗത്ത് വരുന്നത്. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, പരിഹസിക്കുന്നതുമാണ് കേന്ദ്ര നിലപാടെന്നാണ് പ്രതിപക്ഷവും സർക്കാരും പറയുന്നത്. അതേസമയം BJP ഇത് സംസ്ഥാനത്തിന് വലിയ അനുഗ്രഹമായി മാറുമെന്ന ഒരു വിചിത്രമായ പ്രതികരണം BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെ വരുമ്പോഴും ഈ തുക നഷ്ടപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല. ഈ സമയം കൊണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുക സ്വാഭാവികം നഷ്ടപ്പെടും. പക്ഷേ അതിന് ബദൽ വഴികൾ തേടുകയാണ് സംസ്ഥാനം. എന്ത് ചെയ്യാനാകുമെന്നത് പ്രധാനമായും പല വകുപ്പുകൾ ചെലവഴിക്കേണ്ട ഒരു തുകയാണ്. പൊതുമരാമത്ത്, ജലവിഭവം അടക്കമുള്ള വിവിധ വകുപ്പുകളിലായി ചെലവഴിക്കേണ്ട തുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് വിനിയോഗിക്കാം, അല്ലെങ്കിൽ വിനിയോഗ സർട്ടിഫിക്കറ്റെങ്കിലും നൽകുന്ന തരത്തിലേക്ക് എങ്ങനെ ഈ പണം ഉപയോഗിക്കാമെന്ന കാര്യമാണ് പ്രധാനമായും സർക്കാർ ആലോചിക്കുന്നത്. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചേക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഫിനാൻസ് സെക്രട്ടറി ഇപ്പോൾ കേരളത്തിലില്ല. അദ്ദേഹവും ധനമന്ത്രിയുമായി കൂടിയാലോചന ശേഷം മറ്റു വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെങ്ങനെ ഈ തുക ചെലവഴിക്കാം, ഏതെങ്കിലും പദ്ധതികളുടെ ഭാഗമായി ചെലവഴിക്കാൻ കഴിയും. പൂർണ്ണമായും വയനാടിന് മാത്രമായി ഇത് തീർക്കുക എളുപ്പമല്ല. പക്ഷേ വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന കാര്യമാണ് സർക്കാർ പരിശോധിക്കുന്നത്. തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗങ്ങൾ ചേരാൻ പോകുന്നത്. ധനമന്ത്രിയും ഫിനാൻസ് സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം കൂടി വിളിച്ച് എന്ത് ചെയ്യാൻ ആകുമെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഈ തുക അനുവദിക്കാൻ സമയപരിധി നീട്ടി നൽകാനാകുമോ? കാരണം ഒരു മാസം കൊണ്ട്, 45 ദിവസം കൊണ്ട് ഇത്രയധികം തുക ചെലവഴിക്കാൻ കഴിയില്ല. അത് അസാധ്യമാണ്. അതുകൊണ്ട് വളരെ വൈകി കിട്ടിയ സഹായമാണ്, വായ്പയാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും ചെലവഴിക്കാൻ സമയം നീട്ടി നൽകാനാകുമോ എന്ന കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് കേന്ദ്രം ആരും അനുവദിക്കാനിടയില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു വായ്പ ആയതുകൊണ്ട് തന്നെ അതിന് സമയ നിബന്ധന വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും അത്തരമൊരു രാഷ്ട്രീയ ആവശ്യമായി കൂടി അത് മുന്നോട്ട് വയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. അതിനു മുമ്പും ചില സെക്രട്ടറി തലത്തിന്റെ കൂടിയാലോചനകൾ ഉണ്ടായേക്കാം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. വയനാടിന് വായ്പ നൽകിയത് ഫലത്തിൽ പ്രയോജനം ചെയ്യില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ എങ്ങനെ മറികടക്കാമെന്ന ആലോചനയിലാണ് ഇപ്പോൾ സർക്കാരും വിവിധ വകുപ്പുകളുമുള്ളത്.